തുക തിരിച്ചു കൊടുത്തു? 10,000 രൂപ. അത് കൊടുത്തു എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ? അവരുടെ അക്കൗണ്ടിലേക്കോ UPI വഴിയോ അങ്ങനെ എന്തെങ്കിലും തെളിവ്? ഇല്ല. PW2 രമേശൻ മകൻ ഷിബു. ദൈവം സാക്ഷിയായി കോടതി മുമ്പാകെ. ദൈവം സാക്ഷിയായി കോടതി മുമ്പാകെ. സത്യം മാത്രമേ ബോധിപ്പിക്കൂ. സത്യം മാത്രമേ ബോധിപ്പിക്കൂ. എന്താണ് ജോലി? കൊച്ചുതറയുടെ പേരിൽ ഒരു ഓഡിറ്റോറിയം നടത്തുന്നുണ്ട്. കൊച്ചുതറ എന്ന് പറയുന്നത് വീട്ടുപേരാണ്. ആ നിൽക്കുന്ന സ്ത്രീയെ നിങ്ങൾക്കറിയാമോ? അറിയാം. കുറെ നാൾ മുമ്പ് എന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു ഫുഡ് ഫെസ്റ്റ് നടത്തിയിരുന്നു. അതിൽ ഫസ്റ്റ് കിട്ടിയത് ഈ സത്യഭാമയ്ക്കായിരുന്നു. അതേതാണ്ട് 1 വർഷം മുമ്പല്ലേ? അതിപ്പോഴും ഓർത്തിരിക്കാൻ കാരണം? അന്നത്തെ ഫ്ലെക്സ് ഓഡിറ്റോറിയത്തിന്റെ സ്റ്റോർ റൂമിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അതെല്ലാം എടുത്ത് അവിടെ ക്ലീൻ ചെയ്യണമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസമാണ് പണിക്കാരോട് പറഞ്ഞത്. അന്നത്തെ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസും ബ്രോഷറും ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളതാണ്. അതിൽ നിന്നും സത്യഭാമ എത്രത്തോളം ഈ തൊഴിലിൽ സജീവമായി ഉൾപ്പെട്ടിരുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഒന്നിറങ്ങി നിന്നോളൂ. പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടോ? യെസ് യുവർ ഓണർ. എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട കോടതിയോടാണ്. ഇവർ കൊണ്ടുവന്ന സാക്ഷികളോടല്ല. അതിലെനിക്ക് വിശ്വാസവുമില്ല. മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്. ഇവിടെ നടന്ന സംഭവ വികാസങ്ങൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ആ പഴഞ്ചൊല്ലാണ് ഓർമ്മ വരുന്നത്. കരിങ്കാലിയെ കന്മതമാക്കുക. പച്ച മലയാളത്തിൽ പറഞ്ഞ ആടിനെ നായയാക്കുക എന്ന് പറയും. ഇവരിൽ നിന്നും പലിശയ്ക്ക് പണമെടുത്ത് ഇവരുടെ ഭീഷണിയിൽ, ഇവരുടെ പ്രേരണയിൽ ആത്മഹത്യ ചെയ്ത കുട്ടിക്കൃഷ്ണൻ എന്ന ആളുടെ മരണം വെറൊരു സാധാരണ ആത്മഹത്യയായി മാറി, അല്ലെങ്കിൽ മാറ്റി. സത്യഭാമയിൽ നിന്നും പണം പലിശയ്ക്ക് എടുത്തിട്ടുള്ള മറ്റൊരു വ്യക്തി വിസ്തരിക്കാൻ എനിക്ക് ബഹുമാനപ്പെട്ട കോടതിയുടെ അനുവാദം വേണം. യു പ്രൊസീഡ്. PW3 തൊണ്ടിപ്പറമ്പിൽ ജനാർദ്ദനൻ മകൻ സോമശേഖരൻ. ദൈവം സാക്ഷിയായി കോടതി മുമ്പാകെ. ദൈവം സാക്ഷിയായി കോടതി മുമ്പാകെ. സത്യം മാത്രമേ ബോധിപ്പിക്കൂ. എന്താണ് ജോലി? സബ് ഇൻസ്പെക്ടറാണ്. എത്ര കാശ് നിങ്ങൾ സത്യഭാമയിൽ നിന്നും പലിശ ഇനത്തിൽ വാങ്ങിയിട്ടുള്ളത്? 40,000. എത്ര രൂപ കൊടുത്തു? 10,000 രൂപ. എന്താ ബാക്കി കൊടുക്കാത്തത്? കൊള്ളപ്പലിശയാണ് ഈടാക്കുന്നത്. ഒരു ഇളവ് തന്നാൽ കുറേശ്ശെ അടച്ചു തീർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിഫൻസിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? യെസ് യുവർ ഓണർ. കാരണം സത്യവും ധർമ്മവും നിലനിർത്തണം, സത്യം വധ ധർമ്മം ചര എന്ന് പറയേണ്ട ഉദ്യോഗസ്ഥനാണ് കോടതിക്ക് മുന്നിൽ വന്നു നിന്ന് നട്ടാൽ കിളിർക്കാത്ത ഈ നുണ പറയുന്നതെന്ന് ഓർക്കുമ്പോ ലജ്ജയാണ് തോന്നുന്നത്, ഒപ്പം സഹതാപവും. ഒരു പാവം സ്ത്രീയെ പലിശക്കാരി ആക്കി അടങ്ങൂന്ന് വാശി പിടിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ ഇറങ്ങിത്തിരിക്കുമ്പോ ഞാൻ എന്ത് പറയാനാ യുവർ ഓണർ?
എത്ര കാശാണ് സത്യഭാമയിൽ നിന്ന് വാങ്ങിയത്? 40,000 രൂപ. ഇത് വാങ്ങിയെന്നതിന് എന്തെങ്കിലും തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇല്ല. എത്ര തുക തിരിച്ചു കൊടുത്തു? 10,000 രൂപ. അത് കൊടുത്തു എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ? അവരുടെ അക്കൗണ്ടിലേക്കോ UPI വഴിയോ അങ്ങനെ എന്തെങ്കിലും തെളിവ്? ഇല്ല. യുവർ ഓണർ, സത്യഭാമയെ പലിശക്കാരിയായി മുദ്രകുത്താൻ പബ്ലിക് പ്രോസിക്യൂട്ടർ കരുതി വെച്ചിരുന്ന അവസാനത്തെ ആയുധമായിരുന്നു PW3 തുണ്ടിപ്പറമ്പിൽ ജനാർദ്ദനൻ മകൻ സോമശേഖരൻ എന്ന ഈ സാക്ഷി. പണം വാങ്ങിയതിനും രേഖയില്ല, പണം കൊടുത്തതിനും രേഖയില്ല. ആകെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് വെറും കൈരേഖ മാത്രം. അത് നമ്മുടെ കോടതിയിൽ തെളിവായി സ്വീകരിക്കാനും പറ്റില്ല. ഈ അവസരത്തിൽ കുട്ടിക്കൃഷ്ണന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ എനിക്കിവിടെ സൂചിപ്പിക്കാനുണ്ട്. പബ്ലിക് പ്രോസിക്യൂട്ടറും ഈ കേസിന്റെ അന്വേഷണ ചുമതലയുള്ള സബ് ഇൻസ്പെക്ടർ സോമശേഖരനും ശ്രദ്ധിക്കാത്തതോ ശ്രദ്ധയിൽ മനഃപൂർവ്വം പെടുത്താത്തതോ ആയ ചില വിവരങ്ങളുണ്ട്. മരണപ്പെട്ട കുട്ടിക്കൃഷ്ണൻ നിരവധി ലോൺ ആപ്പുകളിൽ നിന്നും പണം എടുത്തിരുന്നു. അടവ് മുടങ്ങിയപ്പോ അവർ അവരുടെ തനി നിറം കാട്ടിയതിന്റെ ചില സ്ക്രീൻഷോട്ടുകൾ എക്സിബിറ്റ് നമ്പർ 6-ൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇതൊരു കുട്ടിക്കൃഷ്ണൻ മാത്രം സംഭവിച്ച കാര്യമല്ല, നിരവധി കുട്ടിക്കൃഷ്ണന്മാർക്ക് സംഭവിക്കുകയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ കാര്യമാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇത്തരം ലോൺ ആപ്പുകൾ തങ്ങളുടെ ക്ലയൻസിനെ ഭീഷണിപ്പെടുത്തുന്നത്. മരണപ്പെട്ട കുട്ടിക്കൃഷ്ണന്റെ ചില ഫേക്കായ അർദ്ധനഗ്ന ഫോട്ടോസാണ് ബഹുമാനപ്പെട്ട കോടതിക്ക് മുന്നിൽ ഞാൻ സമർപ്പിച്ചിരിക്കുന്നത്. കുട്ടിക്കൃഷ്ണൻ മരിക്കാനുള്ള കാരണം തന്നെ ഈ ഫോട്ടോകളാണ് സർ. ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നിയമം നടപ്പിലാക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥനായ സോമശേഖരൻ തന്റെ വ്യക്തിവൈരാഗ്യം തീർക്കാനായി ഈ കേസിലേക്ക് എന്റെ കക്ഷിയായ സത്യഭാമയെ വലിച്ചിഴയ്ക്കുകയായിരുന്നു യുവർ ഓണർ. ഒടുവിലത്തെ സാക്ഷി വിസ്താരത്തിലൂടെ ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യമായതാണ്. ആയതുകൊണ്ട് സത്യാവസ്ഥ മനസ്സിലാക്കി എന്റെ കക്ഷിക്ക് ജാമ്യം അനുവദിക്കണമെന്ന് താഴ്മയായി അപേക്ഷിച്ചു കൊള്ളുന്നു. ഇറങ്ങിക്കോളൂ.